ഹരിപ്പാട് നമുക്കറിയാം മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഫേസായിട്ടുള്ള രമേശ് ചെന്നിത്തല മത്സരിക്കുന്ന മണ്ഡലമാണ്. പക്ഷേ അവിടെ രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം പ്രചരണ രംഗത്ത് സജീവമായ ഒരു അമ്പലക്കള്ളനും രംഗത്തെത്തിയിരിക്കുകയാണ്. അമ്പലത്തിലെ കാണിക്ക മോഷ്ടിച്ച കേസിലെ പ്രതിയായ രാകേഷ് എന്ന കോൺഗ്രസ് പ്രവർത്തകൻ രമേശ് ചെന്നിത്തലയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമാണ്. ഒരു കൂട്ടം കോൺഗ്രസ് പ്രവർത്തകർ ഇതിനെ ചോദ്യം ചെയ്ത് രംഗത്തെത്തിയിരിക്കുന്നു. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ സുധീഷ് ഗോപാലാണ് ചേരുന്നത്. സുധീഷ്, ഇത് രമേശ് ചെന്നിത്തല പ്രചരണ രംഗത്ത് സജീവമായി നിൽക്കുമ്പോൾ ഈ മോഷണക്കേസിലെ പ്രതിയെ കൂടെ കൂട്ടിയാണോ പ്രചരണ രംഗത്ത് രമേശ് ചെന്നിത്തല പോകുന്നത്? അതാണോ കോൺഗ്രസിന്റെ ഒരു വിഭാഗം പ്രവർത്തകർ തന്നെ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്? ഗൗതം, ഹരിപ്പാട് മണ്ഡലത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി ഭവന സന്ദർശനം അടക്കം നടത്തുന്നതിന് ഈ വ്യക്തി, അതായത് രാകേഷ് കൃഷ്ണ എന്ന ദേവസ്വം ബോർഡ് മുൻ ജീവനക്കാരനും അതോടൊപ്പം തന്നെ ഈ ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ കാണിക്ക എണ്ണുന്നതിനിടെ പണം കവർന്ന കേസിൽ റിമാൻഡിൽ കഴിഞ്ഞപ്പോൾ ജാമ്യത്തിലിറങ്ങിയ ഈ വ്യക്തിയുമാണ് പ്രചരണത്തിനിറങ്ങുന്നത്. ഇതിനെതിരെയാണ് വലിയ രീതിയിലുള്ള വിമർശനം ഉയരുന്നത്. ഇത് വേലായുധ സ്വാമിയുടെ ഭക്തരെ തന്നെ, അത് ഹരിപ്പാട് ഒരു ദേശനാഥനായി കാണുന്നത് ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമിയാണ്, വേലായുധ സ്വാമിയാണ്. അപ്പോൾ ആ വേലായുധ സ്വാമിയുടെ പണം കവർന്ന ആളെ കൂട്ടി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നത് വലിയ രീതിയിലുള്ള ഒരു വെല്ലുവിളിയായി തന്നെയാണ് വേലായുധ സ്വാമിയുടെ ഭക്തർ കാണുന്നത്. ഇത് തെരഞ്ഞെടുപ്പിൽ ദോഷം ചെയ്യുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഇതേ സാഹചര്യത്തിൽ തന്നെ ഈ ജാമ്യത്തിൽ ഇറങ്ങിയ അന്നു മുതൽ തന്നെ രാകേഷ് ഇത്തരത്തിൽ പ്രചരണത്തിൽ ഈ രാകേഷ് കൃഷ്ണയുടെ നാടായ കുമാരപുരം പഞ്ചായത്തിലാണ് വ്യാപകമായി പ്രചരണ രംഗത്ത് ഈ രാകേഷ് ഉള്ളത്. അത് വലിയ രീതിയിൽ തിരിച്ചടിയാകുമെന്ന ഒരു ചൂണ്ടിക്കാണിക്കലാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുണ്ടാവുന്നത്. അതേസമയം തന്നെ ഇത് ഈ കള്ളന്മാരെ എല്ലാം കൂട്ടുപിടിച്ച് എങ്ങനെയും വിജയിക്കാനുള്ള തന്ത്രപ്പാടിലാണ് ചെന്നിത്തല എന്ന വിമർശനമാണ് മറ്റുള്ളവർ ഉന്നയിക്കുന്നതും. എന്തുതന്നെയായാലും രമേശ് ചെന്നിത്തല ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം, അതായത് ഹരിപ്പാടിന്റെ ദേശനാഥന്റെ പണം കവർന്ന ആളെ കൂട്ടി പ്രചരണത്തിനിറങ്ങുന്നത് എന്തുകൊണ്ടും തെറ്റാണ് എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അത് രമേശ് ചെന്നിത്തല ചെയ്യുമ്പോൾ അത് ഭക്തരോടുള്ള വെല്ലുവിളിയായും വിലയിരുത്തപ്പെടുന്നു. അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാക്കുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഗൗതം. ഓക്കെ സുധീഷ്, എന്തായാലും വളരെ ദൗർഭാഗ്യകരമായ കാര്യങ്ങളാണ് നടക്കുന്നത്. ഹരിപ്പാട് ദേശനാഥനായ അവിടുത്തെ വിശ്വാസികളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന കാര്യങ്ങൾ, അതായത് അവിടുത്തെ ദേശനാഥ സങ്കല്പത്തിലുള്ള ക്ഷേത്രത്തിൻ്റെ കാണിക്ക മോഷ്ടിച്ച കേസിലെ പ്രതിയെ ഇതാ മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള സ്ഥാനാർത്ഥി രമേശ് ചെന്നിത്തല കൂടെ കൂട്ടുകയാണ്. അതിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് തന്നെ അതൃപ്തി ഉണ്ടാവുകയാണ്. അപ്പോൾ സാധാരണക്കാരുടെ അവസ്ഥ പറയേണ്ടതുണ്ടല്ലോ. മാത്രമല്ല ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ടൈറ്റായിട്ടുള്ള മത്സരമാണ് അവിടെ നടക്കുന്നത്, ഹരിപ്പാട് നടക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം സന്ദീപ് വാചസ്പതിയാണ് അവിടെ BJP സ്ഥാനാർത്ഥി. അതിനാൽ രമേശ് ചെന്നിത്തലയുടെ ഈ തവണത്തെ വിജയമൊക്കെ ഏതാണ്ട് തുലാശിലാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അത്രത്തോളം ശക്തമായ മത്സരം അവിടെ BJP കാഴ്ചവെക്കുകയാണ്. അതിനിടയിലാണിപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ വലിയ വിമർശനമായി ഈ മോഷണ കേസിലെ പ്രതിയെ കൂടെ കൂട്ടി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്ന സംഭവം മാറിയിരിക്കുന്നത്.